ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിങ് യു എന്നുള്ളത്. എത്രമാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിൽ മിസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളെ എത്രമാത്രം അവർ ചിന്തിക്കുന്നുണ്ട്, അവർ നിങ്ങളോട് ചെയ്ത തെറ്റിൽ എത്രത്തോളം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള റീഡിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്. ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഇമോഷൻസ്, തോട്ട്സ് എന്തൊക്കെയാണ്. ഓക്കെ, ആർക്കേഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിച്വൽസ്, how deeply they are missing you and their deep emotions for you right now. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കറൻറ്റ് സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങൾ അവരെ വിട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ള ഒരുപാട് ആങ്സൈറ്റീസ് ഈ വ്യക്തിയുടെ ലൈഫിൽ അവർക്കുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. അതായത് അവർ നിങ്ങളോട് പറഞ്ഞു പോയ ഒരു വാക്കിനാൽ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തൊരു തെറ്റായ പ്രവൃത്തിയാൽ അവരൊരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു വലിയ കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സീരിയസ് ആയിട്ടിരുന്നൊരു സമയത്തോ അല്ലെങ്കിൽ അവർ തമാശയായിട്ടോ നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു എനർജി. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് നിങ്ങളോട് സോറി പറയണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു സ്നേഹമൊന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പ്രണയം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ അവഗണിക്കുന്ന പോലെ നിങ്ങളെ അത്രയും ആഴത്തിൽ ഈ വ്യക്തി വേദനിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം തന്നെയാണ് ഈ വ്യക്തിയുടേത്. ഒരിക്കൽ പോലും മറ്റൊന്നിന് വേണ്ടിയിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ വ്യക്തിയെക്കുറിച്ച് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ ഇത്രയും ആഴത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ അവഗണിച്ചുകൊണ്ടിരുന്നത്. മേ ബി അത് ആ വ്യക്തിയുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ തന്നെ ഫോക്കസ്ഡ് ആവാനും നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് ഈ വ്യക്തിയിൽ ഒരുപാട് തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഓവർ തിങ്ക് ചെയ്യുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അവർ കാരണമാണ് ഈ ലൈഫ് സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെയുള്ള ചിന്ത അവരിൽ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, ആൻഡ് യെസ്, റൈറ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ അവർ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്നൊരു സമയത്ത് അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നു എന്നുള്ളൊരു എനർജി ലഭിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരൊരു ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഇപ്പോൾ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഓക്കെ, ഏത് രീതിയിലാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് വഴി ചൂസ് ചെയ്തിരുന്നാലും അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മേ ബി അത് നിങ്ങൾ തന്നെ ആയിരിക്കാം അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരിട്ടുള്ള കോണ്ടാക്ട്സ് എല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, ഈ വ്യക്തിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്ക് റൈറ്റാണ്. നിങ്ങൾ ആ ഒരു പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ടാകും. ഈ വ്യക്തി എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, നമുക്ക് ക്ലാരിഫിക്കേഷൻ എന്താണ് ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്പ്രെഡിന് വേണ്ടി ലഭിക്കുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ്? ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ടുള്ളൊരു ലൈഫ് പലർക്കും സക്സസ് ആവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഫ്യൂച്ചർ എനർജിയാണ് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം കോംപ്രമൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഴയ പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഒരു ബാലൻസിങ് സിറ്റുവേഷനിലേക്ക് എൻ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിന് നിങ്ങളിൽ ഒരാൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുന്നൊരു സമയത്തായിരിക്കാം ആ ഒരു റീയൂണിയൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അവർക്ക് ഒരു സ്ഥാനം നിങ്ങൾ നൽകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യം നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അവർ ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അത്രയും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള പറയുകയാണ്. നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം തന്നെ നിങ്ങളാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളെ നേടിയെടുക്കുന്ന മൊമെൻറ്റ് വരെയും ഈ ഒരു സൈലൻറ്റ് ഫൈറ്റിംഗ് അവർ തുടർന്നു കൊണ്ട് പോകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ സെപ്പറേഷൻ അവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊക്കെ ഒരു അവസരം ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് തകർന്നിട്ടുണ്ടെങ്കിലും അവർ ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഒരു പ്രോമിസായിട്ട് അവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടി കിട്ടിയിട്ടുണ്ട്. റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ളവരാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. അതുപോലെ ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയോ ആവാനുള്ള സാധ്യതയുമുണ്ട്. ലെറ്റർ ഇ, ലെറ്റർ എം, ലെറ്റർ ജി, ലെറ്റർ എച്ച്, ലെറ്റർ എ, ലെറ്റർ ഇ, ലെറ്റർ എൻ, ലെറ്റർ എസ്, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ കെ, ലെറ്റർ ടി, ലെറ്റർ പി ആൻഡ് ലെറ്റർ എം. ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നമ്പർ 4, 47, 30, 26, 51, number 15, number 20, 11, number 12, 23, 33, 39, 62 ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജനുവരി ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, സ്പൈസസ്, ലിബ്ര, ക്യാൻസർ, സജിറ്റേറിയസ്, അക്വാറിയസ് എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണി, രോഹിണി, അശ്വതി, ചതയം, കേട്ട, പൂരുരുട്ടാതി, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങളും കാണുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം. ഏതെങ്കിലും ഒരു ഡിസീസിന് ഇപ്പോൾ ഒരു മെഡിക്കേഷനൊക്കെ എടുക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. പേർപ്പിൾ കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തി ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. എസ്ട്രോളജർ ആയിരിക്കാം. ടാരോട്ട് റീഡേഴ്സോ ഹീലേഴ്സോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ്. ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.